ആര് ജയിച്ചാലും ആര് ഭരിച്ചാലും മലയാളിക്ക് അനുവദിച്ചു കിട്ടേണ്ട 15 സുപ്രധാന ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ജീവൻ TV ഒരു മാനിഫെസ്റ്റോ മുന്നോട്ട് വയ്ക്കുന്നു. തെരഞ്ഞെടുപ്പ് ചർച്ചകൾ പൈങ്കിളി ശൈലിയിലേക്ക് തരം താഴുമ്പോൾ 3.5 കോടി മലയാളികളും നെഞ്ചിൽ കൈവച്ച് ചോദിക്കുന്ന 15 സുപ്രധാന ആവശ്യങ്ങളുമായി നമ്മൾ ആരംഭിക്കുന്നു ഇലക്ഷൻ മാനിഫെസ്റ്റോ. ഇന്നത്തെ ഈ ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട വിഷയം കേരളത്തിൻ്റെ തലസ്ഥാനത്ത് ഹൈക്കോടതി ബെഞ്ച്. തിരുവനന്തപുരത്ത് ഹൈക്കോടതി ബെഞ്ച് വേണം എന്ന ഈ സുപ്രധാന ആവശ്യം ചർച്ച ചെയ്യുമ്പോൾ ഈ ചർച്ചയിൽ ആരൊക്കെ പങ്കെടുക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. 2 അഡ്വക്കേറ്റുമാരാണ് നമ്മുടെ മുന്നിലുള്ളത്. ഹൈക്കോടതി ബെഞ്ചിനെ കുറിച്ചുള്ള ഈ ചർച്ചയിൽ അവരുടെ വാദങ്ങളും പ്രതിവാദങ്ങളും പ്രധാനപ്പെട്ട ഒന്നാകും. ഒപ്പം പ്രമുഖ പത്രപ്രവർത്തകൻ ശ്രീ KM റോയ്, പ്രമുഖ രാഷ്ട്രീയ നിരീക്ഷകനും അഡ്വക്കേറ്റുമായ ശ്രീ ജയശങ്കർ, KPCC വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ലാലി വിൻസെന്റ്. അഡ്വക്കേറ്റ് ജയശങ്കറിൽ നമുക്ക് തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. കാരണം അദ്ദേഹം എറണാകുളത്തെ ബാർ അസോസിയേഷനിൽപ്പെട്ട ഒരു വ്യക്തി കൂടിയാണ്. ഹൈക്കോടതി ബെഞ്ചുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട തർക്കങ്ങളിലൊന്ന് തിരുവനന്തപുരത്ത് ഹൈക്കോടതി ബെഞ്ച് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി എറണാകുളത്തെ ബാർ അസോസിയേഷൻകാർ ഗൂഢാലോചന നടത്തുന്നു എന്ന പ്രധാനപ്പെട്ട ആരോപണമാണ്. താങ്കൾ ആ ഗൂഢാലോചനയിലുണ്ടോ അഡ്വക്കേറ്റ് ജയശങ്കർ? ഞാൻ ഗൂഢാലോചനയിൽ ഇല്ലെന്ന് മാത്രമല്ല, തിരുവനന്തപുരത്ത് ഹൈക്കോടതി ബെഞ്ച് ഉണ്ടാവുകയാണെങ്കിൽ തരക്കേടില്ല എന്ന അഭിപ്രായമുള്ള ഒരാൾ കൂടിയാണ്. അതുകൊണ്ട് തന്നെ എറണാകുളത്ത് ഹൈക്കോടതി ബാർ അസോസിയേഷനിലൊക്കെ പല വിപരീത അഭിപ്രായങ്ങളും എനിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. പിന്നെ അതിനകത്ത് എനിക്ക് പ്രായോഗികമായിട്ടൊരു ബുദ്ധിമുട്ടുള്ളത്, ഞാൻ ഈ അഭിഭാഷകരുടെ ഒരു സംഘടനയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കൂടിയാണ്. അപ്പോൾ തിരുവനന്തപുരം ബെഞ്ച് വേണം എന്ന് പറഞ്ഞാൽ എറണാകുളത്തുള്ള നമ്മുടെ സംഘടനയിലുള്ള അഭിഭാഷകർ തന്നെ എനിക്കെതിരാവും. വേണ്ട എന്ന് പറഞ്ഞാൽ എനിക്കിനി തിരുവനന്തപുരത്തേക്ക് ചെല്ലാനും പറ്റില്ല, അവിടെയുള്ള ആളുകൾ എന്നെ കൈകാര്യം ചെയ്യും. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. സത്യസന്ധമായിട്ടൊരു അഭിപ്രായം ഞാൻ പറയാം. ഇതിൽ യഥാർത്ഥമായ പ്രശ്നം എന്ന് വെച്ചാൽ തിരുവനന്തപുരത്ത് ഹൈക്കോടതി ബെഞ്ച് ഒരു വികാരപരമായ പ്രശ്നമാണ്. അതിൻ്റെ ചരിത്രം നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ തിരുവിതാംകൂർ ഹൈക്കോടതി എന്ന് പറഞ്ഞ ഒന്നുണ്ടായിരുന്നു. തിരുവിതാംകൂർ സംസ്ഥാനമായിരുന്ന കാലത്ത്, അതായത് നാഗർകോവിൽ മുതൽക്ക് നമ്മുടെ ആലങ്ങാട്, എൻ്റെ ഭാഗം വരെ ആലങ്ങാട്, പറവൂർ അല്ലെങ്കിൽ അങ്കമാലി വരെയുള്ള പ്രദേശങ്ങൾ തിരുവിതാംകൂർ ആയിരുന്ന കാലത്ത് തിരുവനന്തപുരത്ത് ഒരു ഹൈക്കോടതി ഉണ്ടായിരുന്നു. അത് തിരുവിതാംകൂർ ഹൈക്കോടതിയായിരുന്നു. 1948 തിരുവിതാംകൂർ കൊച്ചി തമ്മിൽ സംയോജിപ്പിച്ചപ്പോൾ ഹൈക്കോടതി എറണാകുളത്തേക്ക് കൊണ്ടുപോകും. തിരുക്കൊച്ചി സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനം തിരുവനന്തപുരമായിട്ട് നിശ്ചയിച്ചു. അപ്പോൾ ഹൈക്കോടതി, ഇപ്പോൾ നമ്മൾ ഹൈക്കോടതി പ്രവർത്തിക്കുന്നത് ഇപ്പോഴത്തെ ഘട്ടത്തിന് തൊട്ട് മുമ്പ് ഞാനും ചേച്ചിയൊക്കെ പ്രാക്ടീസ് തുടങ്ങുന്ന കാലത്ത് ഹൈക്കോടതി പ്രവർത്തിച്ചിരുന്ന രാംമോഹൻ പാലസ്, ആ കെട്ടിടത്തിൽ ഹൈക്കോടതി പ്രവർത്തിക്കുമ്പോൾ, അത് നേരത്തെ ഒരു ആശുപത്രിയായിട്ട് തുടങ്ങിയതാണ്, അവിടെ ഹൈക്കോടതി പ്രവർത്തിക്കാൻ തുടങ്ങി. സെക്രട്ടേറിയറ്റ് തിരുവനന്തപുരത്ത് തുടരുകയും ചെയ്തു. ഇതാണ് യഥാർത്ഥത്തിൽ ഉണ്ടായ കാര്യം. പക്ഷേ അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, തിരുവനന്തപുരത്ത് ഹൈക്കോടതി ബെഞ്ച് എന്ന് പറയുന്ന ഒരു പുതിയ ആവശ്യമല്ല. എറണാകുളത്ത് ഹൈക്കോടതി കൊണ്ടുവന്നപ്പോൾ ഇതിൻ്റെ ഫയലിംഗ് അധികാരത്തോടു കൂടിയ ഒരു ബെഞ്ച് തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നു. 48 മുതൽക്ക് ഈ ബെഞ്ച് അവിടെ പ്രവർത്തിച്ചു. പിന്നീട് ഹൈക്കോടതി ഭരണപരമായ ഒരു തീരുമാനത്തിലൂടെ തിരുവനന്തപുരം ബെഞ്ച് പ്രവർത്തനം അവസാനിപ്പിച്ചതാണ്. ഇപ്പോൾ സത്യത്തിൽ താത്വികമായിട്ട് ബെഞ്ച് ഇപ്പോഴും അവിടെ ഉണ്ട്. ഇത് പുതുതായിട്ട് സ്ഥാപിക്കേണ്ടതില്ല. താത്വികമായിട്ട് ഇപ്പോഴും ഉണ്ട്, പ്രായോഗികമായിട്ടില്ല. പുനഃസ്ഥാപിക്കണം എന്നായിരിക്കണം അവർ ആവശ്യപ്പെടുന്നത്. നമ്മുടെ തിരുവനന്തപുരം സഖാക്കൾ ഇത് വേണ്ട രീതിയിൽ മനസ്സിലാക്കേണ്ടതെന്ന് എനിക്കറിയില്ല. തിരുവനന്തപുരത്ത് ഓൾറെഡി ഒരു ബെഞ്ച് ഉണ്ട്. ആ ബെഞ്ച് വീണ്ടും പ്രവർത്തനം തുടങ്ങിയാൽ മതി. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് വേണമെങ്കിൽ ഇന്ന് അല്ലെങ്കിൽ നാളെ ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ വഴിക്ക് തിരുവനന്തപുരത്ത് സിറ്റിംഗ് പുനഃസ്ഥാപിക്കാം. സിറ്റിംഗ് തുടങ്ങേണ്ട ആവശ്യമുള്ളൂ, ബെഞ്ച് പുതുതായിട്ട് ഉണ്ടാക്കേണ്ടതില്ല. താത്വികമായിട്ട് ബെഞ്ച് അവിടെ തന്നെ ഉണ്ട്. തിരുവനന്തപുരത്ത് ഒരു ബെഞ്ച് ഉണ്ടായിരുന്നു. ആ ബെഞ്ച് നിർത്തലാക്കിയപ്പോൾ തിരുവനന്തപുരത്ത് വലിയ പ്രക്ഷോഭം ഉണ്ടായി. അന്ന് അഡ്വക്കേറ്റ് ഈശ്വരയ്യർ, അതുപോലെ RSP നേതാവായിരുന്ന ശ്രീകണ്ഠൻ നായർ, ഇവരൊക്കെ വലിയ സമരം നടത്തി. പട്ടം സാർ അടക്കമുള്ളവർ വലിയ സമരം നടത്തി പരാജയപ്പെട്ടാണ്. പക്ഷേ ഹൈക്കോടതി എന്ത് ചെയ്തിട്ട് വഴങ്ങിയില്ല. പിന്നീട് പല പ്രാവശ്യം ഈ ആവശ്യം അവർ വീണ്ടും ആവർത്തിച്ച് ചോദിച്ചു. പക്ഷേ അന്നൊന്നും ഹൈക്കോടതി വഴങ്ങിയില്ല. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ശ്രീ VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രി, M വിജയകുമാർ നിയമവകുപ്പ് സെക്രട്ടറിമായിരുന്നപ്പോൾ അവർ വട്ടം പിടിച്ചതാണ് അച്യുതാനന്ദനും വിജയകുമാറിനും. ചീഫ് ജസ്റ്റിസ് VK ബാലിയെ സ്വാധീനിച്ചു. ഒരുമാതിരി അത് തുടങ്ങിയില്ല എന്നുള്ള സ്റ്റേജ് എത്തിയപ്പോൾ ചീഫ് ജസ്റ്റിസിന് ഇപ്പോൾ വേണമെങ്കിൽ ചെയ്യാം, ഇന്ന് വേണമെങ്കിൽ ചെയ്യാം. അച്യുതാനന്ദൻ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം, ഈ ഹൈക്കോടതി ബെഞ്ച് സ്ഥാപിക്കാൻ സംസ്ഥാന പുനഃസംഘടനാ നിയമത്തിലെ 128-ാം വകുപ്പ് ഉപയോഗിച്ച് രാഷ്ട്രപതി വിജ്ഞാപനം പുറപ്പെടുവിക്കണമെന്നാണ് പ്രധാനമായും VS ഉന്നയിച്ച ഒരു ആവശ്യമാണ്. സത്യത്തിൽ അതിൻ്റെ ആവശ്യമില്ല. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അത് പുതിയതായിട്ട് ബെഞ്ച് ആരംഭിക്കുന്നുണ്ട്. ഇപ്പോൾ മദ്രാസ് ഹൈക്കോടതിയുടെ മധുര ബെഞ്ച് ആരംഭിച്ചപ്പോൾ ഇതുപോലെ വലിയ പ്രക്ഷോഭമൊക്കെ ഉണ്ടായി. മദ്രാസിലെ വക്കീൽമാർ ഇത് മാറ്റാൻ പാടില്ലെന്ന് പറഞ്ഞു. മധുരയിലെ വക്കീൽമാർ ആവശ്യപ്പെട്ടു. മധുരക്കാരുടെ ഒരു ചിരകാല അഭിലാഷം എന്ന നിലയ്ക്ക് മധുര ബെഞ്ച് ജയലളിതയായിരുന്നു. ജയലളിതയ്ക്ക് അതിനുള്ള ഒരു ത്രാണിയുണ്ട്, താൻ പോരിമയുണ്ട്, നമ്മൾ ഗ്രാമീയ ഭാഷയിൽ പറഞ്ഞ ആണത്തമുണ്ട്. അതുകൊണ്ട് അവരത് പ്രാവർത്തികമാക്കി.
വിജയകുമാർ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹം പരമാവധി ശ്രമിച്ചാണ്. അദ്ദേഹം തിരുവനന്തപുരം നോർത്തിനെ പ്രതിനിധീകരിക്കുന്ന ഒരു MLA കൂടിയായിരുന്നു, നിയമമന്ത്രി. പരമാവധി പരിശ്രമിച്ചു, പക്ഷേ വിജയിച്ചില്ല. പിന്നീട് ശ്രീ ശശി തരൂർ തിരുവനന്തപുരത്ത് നിന്ന് ജയിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് വാഗ്ദാനം എന്ന് പറയുന്നത് ഹൈക്കോടതി ബെഞ്ചായിരുന്നു. അഡ്വക്കേറ്റ് ലാലി വിൻസെന്റിലേക്ക് പോകേണ്ടി വരുന്നത്. ഇപ്പോഴും ശശി തരൂർ തിരുവനന്തപുരത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചാരണത്തിൽ ഏറ്റവും പ്രാധാന്യത്തോടെ അദ്ദേഹത്തിന് ആവർത്തിക്കേണ്ടി വരുന്നത് ഹൈക്കോടതി ബെഞ്ച് അവിടെ സ്ഥാപിക്കും, അതിനുവേണ്ടി യജ്ഞിക്കും, ഇതിനു മുൻപ് നടത്തിയ യജ്ഞങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടുമാണ്. പക്ഷേ ആ പറയുന്നതിനെ ഇടതുപക്ഷം കൃത്യമായ ഭാഷയിൽ എതിർക്കും. പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ഓർക്കാനുള്ളത് 2 ചരിത്ര സന്ദർഭങ്ങളാണ്. 2013 ഒക്ടോബറിലാണ് തിരുവനന്തപുരത്ത് ഹൈക്കോടതി ബെഞ്ച് സ്ഥാപിക്കണം എന്ന ആവശ്യത്തിന് ആദ്യമായി കോടതിയുടെ ഭാഗത്ത് നിന്ന് അനുകൂലം എന്ന് തോന്നുന്ന ഒരു സമീപനമുണ്ടായത്. അന്ന് തിരുവനന്തപുരത്ത് ഹൈക്കോടതി ബെഞ്ച് സ്ഥാപിക്കുന്നതിനെക്കുറിച്ച് പഠിക്കാൻ ഒരു ജുഡീഷ്യൽ സമിതിയെ രൂപീകരിച്ചു. ഇപ്പോൾ ശശി തരൂർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ആ സമിതിയെ രൂപീകരിച്ചത് ഒരു വലിയ നേട്ടമാണ് എന്നാണ് പറയുന്നത്. അതിനപ്പുറം ഒന്നും അദ്ദേഹത്തിന് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. എന്ത് തോന്നുന്നു? ഇത് വൈകാരികതയ്ക്ക് അപ്പുറത്തേക്ക് 2 കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്ന്, നമ്മുടെ സാമ്പത്തികമായ ഉപയോഗമാണോ ദുരുപയോഗമാണോ ഉണ്ടാകുന്നത്. ഇത്രയും വലിയൊരു ഹൈക്കോടതി കെട്ടിടം എറണാകുളത്തുണ്ടാക്കി ഹൈക്കോടതിയുടെ ഫങ്ഷനിങ് എങ്ങനെയെല്ലാം സുഗമമാക്കാമോ അങ്ങനെയെല്ലാം സുഗമമാക്കി ഭംഗിയായി ഇപ്പോൾ എറണാകുളത്ത് നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു സൗകര്യം ഒരു വശത്ത്. മറുവശത്ത് ഭരണഘടനാപരമായി ഒരു സംസ്ഥാനത്തിന് ഒരു ഹൈക്കോടതി, അതൊരു ഏകീകരണ സ്വഭാവത്തോടു കൂടി നടക്കുന്നതാണ് നടത്തിപ്പിന് നല്ലത്. ഒരു ബെഞ്ച് തിരുവനന്തപുരത്ത് കൊണ്ടുവന്നാൽ അതിലുള്ള 2 ലാഭങ്ങൾ. ഒന്ന്, കൊല്ലം, തിരുവനന്തപുരം പോലെയുള്ള തെക്കൻ ജില്ലകളിലെ കേസുകൾ ആ ബെഞ്ചിൽ ഫയലാക്കാം. അത് കേൾക്കുന്നതിന് വേണ്ടി ഹൈക്കോടതിയിലെ ചില ജഡ്ജിമാരെ അവിടെ സ്ഥാപിക്കാം. ഈ A മുതൽ Z വരെയുള്ള എല്ലാ വകുപ്പുകളുടെയും സെക്ഷനുകളുടെയും ഒരു മിനിയേച്ചർ അവിടെ ഉണ്ടാക്കേണ്ടി വരും. അവിടെ സിംഗിൾ ബെഞ്ചും ഉണ്ടാകണം, അവിടെ ഡിവിഷൻ ബെഞ്ചും ഉണ്ടാകണം. ഫുൾ ബെഞ്ച് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടി വന്നാൽ തിരുവനന്തപുരത്തോ എറണാകുളത്തോ ഇരിക്കേണ്ടിയും വരണം. അപ്പോൾ ഈ ഫങ്ഷനിങ്ങിനെ ഡിവൈഡ് ചെയ്ത് തിരുവനന്തപുരത്തൊന്ന്, എറണാകുളത്ത് 3/4 ഭാഗം എറണാകുളത്തും 1/4 ഭാഗം തിരുവനന്തപുരത്തും എന്നുള്ള ആ ഫങ്ഷനിങ്ങിലെ അഡ്മിനിസ്ട്രേഷണൽ ഇഷ്യൂസ് അടങ്ങുകയില്ല, അത് വർദ്ധിക്കുകയേ ഉള്ളൂ. അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം, കൊല്ലം തിരുവനന്തപുരം ഭാഗത്തുള്ള അഭിഭാഷകർക്ക് കൂടുതൽ ജോലി ചെയ്യാൻ എളുപ്പം തിരുവനന്തപുരമാണ് എന്നൊരു വാദമുണ്ട്. സെക്രട്ടേറിയറ്റിലെ ഉദ്യോഗസ്ഥന്മാർക്ക് ഫയലും കൊണ്ട് എറണാകുളത്ത് വന്നു പോകുന്നതിന് സാമ്പത്തിക ചെലവുണ്ട്. ഇത് രണ്ടും ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം തിരുവനന്തപുരം കൊല്ലം ഭാഗത്തുള്ള അഭിഭാഷകരിൽ ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്യാൻ താല്പര്യമുള്ള 500-ൽ പരം അഭിഭാഷകർ എറണാകുളത്ത് ഹൈക്കോടതിയുടെ ബാർ അസോസിയേഷനിലും ബാർ കൗൺസിലിലും രജിസ്റ്റേർഡ് മെമ്പേഴ്സുമാണ്. എറണാകുളം ചുറ്റുവട്ടത്ത് അവർ താമസിക്കുന്നുണ്ട്. 1. 2, ഇപ്പോൾ ഈ ഇൻ്റർനെറ്റും ഇമെയിലും ഫാക്സും എല്ലാം ഉള്ളതുകൊണ്ട് സെക്രട്ടേറിയറ്റിലെ കൗണ്ടർ അഫിഡവിറ്റുകളും സ്റ്റേറ്റ്മെൻറ്റുകളും ഇമെയിലുകളായിട്ടും പിന്നെ പെൻ ഡ്രൈവിലായിട്ടും ഒക്കെ കിട്ടാനുള്ള സൗകര്യങ്ങളുള്ളപ്പോൾ ഉദ്യോഗസ്ഥന്മാർ നിത്യവും യാത്ര ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഒരു വൈകാരിക പ്രശ്നം, തലസ്ഥാനത്ത് ഹൈക്കോടതി വേണം. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും തലസ്ഥാനത്ത് അല്ല ഹൈക്കോടതികൾ, പല സംസ്ഥാനങ്ങളിലും ഡിഫറൻ്റ് ആണ്. നാളെ മറ്റൊരു വാദം കൊണ്ടുവന്നുകൂടെ കേരളത്തിൻ്റെ മധ്യമായ തൃശ്ശൂരിൽ തലസ്ഥാനത്തിന്റെ സെക്രട്ടേറിയറ്റിന്റെ ഒരു ബ്രാഞ്ച് വേണമെന്ന് പറഞ്ഞു. തിരുവനന്തപുരത്ത് ഹൈക്കോടതി ബെഞ്ച് സ്ഥാപിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് എല്ലാ ഘട്ടത്തിലും ഏറ്റവും പ്രാഥമികമായി മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ, പുതിയ ബെഞ്ച് ഹൈക്കോടതിയിൽ കെട്ടിക്കിടക്കുന്ന കേസുകളുടെ എണ്ണം ഗണ്യമായി കുറയ്ക്കുമെന്നുള്ള രീതിയിലുള്ള ഒരു വാദമാണ്. അനുബന്ധ കാര്യങ്ങൾ അനവധിയുണ്ട് ഇതിനു വേണ്ടി വാദിക്കുന്നവർ. നമ്മൾ ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്തുമ്പോൾ ശശി തരൂർ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചാരണത്തിനിടയിൽ നമ്മളോട് അദ്ദേഹം പറഞ്ഞു ഈ വിഷയത്തെക്കുറിച്ച്. ഇടവേളയ്ക്ക് ശേഷം കേരളത്തിന്റെ തലസ്ഥാനത്ത് ഹൈക്കോടതിയുടെ ബെഞ്ച് സ്ഥാപിക്കണമെന്ന സുപ്രധാനമായ ആവശ്യം മുൻനിർത്തിക്കൊണ്ട് ഇലക്ഷൻ മാനിഫെസ്റ്റോയിലേക്ക് നമ്മൾ തിരികെ എത്തുമ്പോൾ നമ്മൾ ഓർക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ. തിരുവനന്തപുരത്ത് ഹൈക്കോടതി ബെഞ്ച് സ്ഥാപിക്കണം എന്നാവശ്യപ്പെട്ട് 50 വർഷമായി അവിടെ നിന്ന് ആവശ്യം ഉയർന്നുകൊണ്ടിരിക്കുന്നു. അതിനുവേണ്ടി സമരം നടന്നിട്ട് 6 വർഷം പൂർത്തിയാവുകയും ചെയ്യുന്നു. ചുരുക്കി പറഞ്ഞാൽ അഡ്വക്കേറ്റ് ലാലി വിൻസെന്റിന്റെ കോടതി വിധിക്കുന്നത് വ്യക്തിപരമായി തിരുവനന്തപുരത്ത് ഹൈക്കോടതി ബെഞ്ച് വേണ്ട എന്നാണോ? ഞാനിത് പൊതു തീരുമാനത്തിന് വിടുന്നു. പക്ഷേ ജയശങ്കർ പറഞ്ഞൊരു കാര്യം എനിക്ക് എടുത്തു പറയാനുണ്ട്. ഒരു ബെഞ്ച് ഹൈക്കോടതിയുടെ തിരുവനന്തപുരത്ത് ഉണ്ട് എന്ന് പറയുന്നത്, ഈ ബെഞ്ച് ഇപ്പോൾ നടപടിയാകുന്നില്ല എന്ന് പറയുന്നു. പക്ഷേ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ഹൈക്കോടതി ജഡ്ജിയായിരുന്ന ഒരു വ്യക്തിയും അദ്ദേഹം ചെയർമാനായിക്കൊണ്ട് റിട്ടയർ ചെയ്ത IAS ഉദ്യോഗസ്ഥന്മാരും ജുഡീഷ്യൽ മെമ്പറൊക്കെ ചേർന്നുകൊണ്ട് അവിടെ പ്രവർത്തിക്കുന്നത് ഹൈക്കോടതി ബെഞ്ചിൻ്റെ മറ്റൊരു വിങ്ങായി നമുക്ക് കാണാവുന്നതാണ്. അവിടെ ഓൾറെഡി ഇതുണ്ട്, കാറ്റുണ്ട് അവിടെ. അപ്പോൾ
അക്ഷരാർത്ഥത്തിൽ ശ്രീ ശശി തരൂരിൻ്റെ അധ്വാനമാണെങ്കിലും തിരുവനന്തപുരത്തെ അഭിഭാഷകരുടെ ആഗ്രഹമാണെങ്കിലും ഇനി വൈകാരികമായി തിരുവനന്തപുരത്ത് ഹൈക്കോടതിയുടെ ഒരു ബെഞ്ച് വേണമെന്നുള്ള ഒരാവശ്യമാണെങ്കിലും കാറ്റ് അവിടെ നിലനിൽക്കുമ്പോൾ അതിനെ അങ്ങനെ കാണാവുന്നതാണ്. ഇത്രയും വലിയ ഹൈക്കോടതി കെട്ടിടം എറണാകുളത്ത് നിലനിൽക്കെ അനാവശ്യ സാമ്പത്തിക ബാധ്യത സർക്കാരിന് കൊടുക്കരുത്, ജുഡീഷ്യറിക്ക് കൊടുക്കരുത്. എല്ലാറ്റിലും ഉപരി ഹൈക്കോടതിയുടെ ഏകീകൃത സ്വഭാവത്തെ വിഭജിച്ച് കളയരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. അഡ്വക്കേറ്റ് ലാലി വിൻസെന്റ്, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന വോട്ടർമാർ ഒരു പക്ഷേ ശശി തരൂരിനോട് ചോദിച്ചേക്കും, KPCCയുടെ വൈസ് പ്രസിഡന്റ് ആണ് പറയുന്നത് അത്ര വലിയൊരു ആവശ്യമൊന്നുമല്ല എന്നുള്ളത്. അത് തീർച്ചയായും അദ്ദേഹത്തിൻ്റെ പ്രചാരണത്തെ ബാധിക്കുമെന്ന് കരുതാവുന്നതാണ്. എന്തായാലും അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചാരണത്തിനിടയിൽ നമ്മളോട് അദ്ദേഹം പറഞ്ഞു ഈ വിഷയത്തെക്കുറിച്ച്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക്. ഹൈക്കോടതി ബെഞ്ച് ഇപ്പോൾ ആദ്യത്തെ അനക്കമാണ് ഈ 57 വർഷം, എന്നേക്കാട്ട് പ്രായമുള്ള ഒരു വിഷയമാണത്. എന്തായാലും 57 വർഷത്തിൽ ഈ ഹൈക്കോടതി ബെഞ്ച് വന്നിട്ടില്ല. പക്ഷെ ആദ്യം കൊണ്ടുവന്ന അനക്കം ഇതാണ്. നമ്മുടെ ചീഫ് ജസ്റ്റിസ് ഒരു സീനിയർ ജഡ്ജിമാരുടെ 5% കമ്മിറ്റി വെച്ചിട്ടുണ്ട്. ആ കമ്മിറ്റിയാണ് ഈ വിഷയത്തെ നല്ലപോലെ പരിശോധിക്കുന്നത്, എല്ലാ ഫയലുകളും പഠിച്ചിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം, തീരുമാനം റെക്കമെൻഡ് ചെയ്യാൻ പോകുന്നത്. അതിന് മുമ്പ് ഹിയറിങ്സ് നടത്താനും നമ്മുടെ അഭിപ്രായം അറിയിക്കാനും നമ്മളുടെ സൈഡിൽ നിന്ന് തിരുവനന്തപുരത്തിൻ്റെ ആവശ്യങ്ങളും തിരുവനന്തപുരത്തിൻ്റെ അവകാശങ്ങളും ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയുള്ള എല്ലാ നടപടികളും അതും ഒരു എർജൻറ്റായിട്ട് ഇലക്ഷൻ കഴിഞ്ഞ ഉടനെ ചെയ്യണം. ശശി തരൂർ അദ്ദേഹത്തിൻ്റെ പ്രചാരണ വേളയിലുടനീളം തിരുവനന്തപുരം ഹൈക്കോടതി ബെഞ്ച് സ്ഥാപിക്കുമെന്ന് തന്നെ വാഗ്ദാനം നൽകിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ പ്രധാനപ്പെട്ട ഒരു കാര്യം, പ്രതിപക്ഷം മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട ഒരു ആരോപണം, ഒരു ജുഡീഷ്യൽ സമിതിയെ നിയോഗിച്ചു എന്നത് മാത്രം അതിൻ്റെ നേട്ടമായി പറയാൻ കഴിയില്ല എന്ന് മാത്രമല്ല, അത് തിരിച്ചടിയായി തീരും എന്നുകൂടി കരുതേണ്ടിയിരിക്കുന്നു. രാഷ്ട്രപതിയാണ് ഇതിൽ തീരുമാനമെടുക്കേണ്ടത്. രാഷ്ട്രപതിയുടെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ ഒരു സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസോ മറ്റ് അഭിഭാഷകരോ തീരുമാനിക്കേണ്ട കാര്യമല്ല അത് എന്നിരിക്കെ എത്രത്തോളം യാഥാർത്ഥ്യമാകുമെന്നുള്ളൊരു മറു ചോദ്യം പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ട്. നിഷ്പക്ഷമായൊരു സ്വഭാവത്തിൽ തീർച്ചയായും ഒരു മുതിർന്ന പത്രപ്രവർത്തകൻ എന്നുള്ള നിലയിൽ ശ്രീ KM റോയിക്ക് ഇതിനോട് എന്താണ് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളതൊരു പ്രാദേശികമായ വികാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കേണ്ട ഒരു പ്രശ്നമല്ല ഇത്. കാരണം തിരുവനന്തപുരത്ത് ഈ ഹൈക്കോടതിയുടെ ബെഞ്ച് വേണമെന്ന് പറഞ്ഞാൽ ഇതേ വികാരത്തോടു കൂടി തന്നെ മലബാറിലൊരു ബെഞ്ച് വേണമെന്ന് അവിടെയുള്ള ആളുകൾക്ക് അവകാശപ്പെടാൻ അർഹതയുണ്ടായിരിക്കുകയില്ലേ? എന്ന് മാത്രമല്ല, വാർത്താവിനിമയ രംഗത്ത് അഭൂതപൂർവമായ പുരോഗതി, വിപ്ലവം തന്നെ നടന്നൊരു കാലഘട്ടമാണ്. എന്ത് കാര്യങ്ങളും ഈ വാർത്താവിനിമയത്തിലൂടെ നിഷ്പ്രയാസമായി എവിടെയും എത്തിക്കാവുന്ന സ്ഥലത്ത്, കേരളം പോലെയുള്ള ഒരു കൊച്ചു സംസ്ഥാനത്ത് ഇനി ഒരു ബെഞ്ച് വേണമെന്ന് പറഞ്ഞാൽ നാളെ പാലക്കാടുള്ളവർക്ക്, കണ്ണൂരുള്ളവർക്ക്, കോഴിക്കോടുള്ളവർക്ക് ഒരു ബെഞ്ചിന് വേണ്ടി അവകാശവാദം ഉന്നയിക്കാൻ കഴിയില്ലേ? ശരി, 3 ബെഞ്ചുകളുണ്ട് മഹാരാഷ്ട്രയിൽ, പക്ഷേ എത്ര വിസ്തൃതമായ ഒരു സംസ്ഥാനമാണ് അവിടെ. അതുപോലെയാണോ ഇത്? ഇത് അനാവശ്യമായ കലഹങ്ങൾക്ക് വഴി ഒരുക്കുന്ന ഒന്നായിരിക്കും. ഇതിനൊരു ഗൗരവതരമായ പ്രശ്നം ആയി കൈകാര്യം ചെയ്യാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കണം, അതിനുള്ള പഠനസമിതി ഉണ്ടാക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. തിരുവനന്തപുരത്ത് ഹൈക്കോടതി ബെഞ്ച് സ്ഥാപിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് എല്ലാ ഘട്ടത്തിലും ഏറ്റവും പ്രാഥമികമായി മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ, ഒന്ന്, പുതിയ ബെഞ്ച് ഹൈക്കോടതിയിൽ കെട്ടിക്കിടക്കുന്ന കേസുകളുടെ എണ്ണം ഗണ്യമായി കുറയ്ക്കുമെന്നുള്ള രീതിയിലുള്ള ഒരു വാദമാണ്. മറ്റൊന്ന്, നേരത്തെ ലാലി വിൻസെന്റ് ഖണ്ഡിച്ചു കളഞ്ഞ ഒരു വാദം, അതായത് തിരുവനന്തപുരത്ത് നിന്ന് കോടതിയുടെ കാര്യങ്ങൾക്ക് വേണ്ടി നിത്യവും ഉദ്യോഗസ്ഥർ സൃഷ്ടിക്കുന്ന കൊച്ചി യാത്രയുടെ ചെലവ് പുതിയ ബെഞ്ചിലൂടെ ഒഴിവാകുമെന്നുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യവും. അനുബന്ധ കാര്യങ്ങൾ അനവധിയുണ്ട് ഇതിനു വേണ്ടി വാദിക്കുന്നവർ. ഈ അടിസ്ഥാന കാര്യങ്ങളെ അഡ്വക്കേറ്റ് ജയശങ്കർ എങ്ങനെ കാണുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇടവേളയ്ക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ ഉത്തരത്തിലേക്ക് നമ്മൾ വരും. ഇടവേളയ്ക്ക് ശേഷം കേരളത്തിന്റെ തലസ്ഥാനത്ത് ഹൈക്കോടതിയുടെ ബെഞ്ച് സ്ഥാപിക്കണമെന്ന സുപ്രധാനമായ ആവശ്യം മുൻനിർത്തിക്കൊണ്ട് ഇലക്ഷൻ മാനിഫെസ്റ്റോയിലേക്ക് നമ്മൾ തിരികെ എത്തുമ്പോൾ നമ്മൾ ഓർക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ. തിരുവനന്തപുരത്ത് ഹൈക്കോടതി ബെഞ്ച് സ്ഥാപിക്കണം എന്നാവശ്യപ്പെട്ട് 50 വർഷമായി അവിടെ നിന്ന് ആവശ്യം ഉയർന്നുകൊണ്ടിരിക്കുന്നു. അതിനുവേണ്ടി സമരം നടന്നിട്ട് 6 വർഷം പൂർത്തിയാവുകയും ചെയ്യുന്നു. ഹൈക്കോടതി ബെഞ്ച് സ്ഥാപിക്കുക എന്ന ലക്ഷ്യവുമായി നടക്കുന്ന സമരത്തിന്റെ ഇടയിൽ ഉണ്ടായ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഹൈക്കോടതി ബെഞ്ച് സ്ഥാപിക്കുന്നതിനെക്കുറിച്ച് പഠിക്കാൻ ഒരു ജുഡീഷ്യൽ സമിതി രൂപീകരിച്ചു എന്നുള്ളതാണ്. ഈ സമിതിക്ക് ജസ്റ്റിസ് VR കൃഷ്ണയ്യർ അയച്ച കത്തിൽ പ്രധാനമായും അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യം അവിടെ ഹൈക്കോടതി ബെഞ്ച് സ്ഥാപിക്കേണ്ടതില്ല എന്നാണ്. തുടക്കത്തിൽ താൻ നിയമമന്ത്രിയായിരുന്ന സമയത്ത് ബെഞ്ച് സ്ഥാപിക്കുന്നതിനെക്കുറിച്ച് അനുകൂലമായ അഭിപ്രായം അദ്ദേഹത്തിനുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് കേരളത്തിൻ്റെ മാറിയ സാഹചര്യം കണക്കിലെടുക്കുമ്പോൾ തിരുവനന്തപുരത്ത് ഹൈക്കോടതി ബെഞ്ച് സ്ഥാപിക്കേണ്ടതില്ല എന്നും ഹൈക്കോടതിയെ വിഭജിക്കുന്നതിലൂടെ ഹൈക്കോടതിയുടെ പ്രാധാന്യം നഷ്ടപ്പെടും എന്നുള്ളതാണ് ജസ്റ്റിസ് VR കൃഷ്ണയ്യരുടെ അഭിപ്രായം. ഇവിടെ നേരത്തെ നമ്മോട് സംസാരിച്ച അഡ്വക്കേറ്റ് ജയശങ്കർ സൂചിപ്പിക്കുകയുണ്ടായി, ഫലത്തിൽ താത്വികമായിട്ടാണെങ്കിലും തിരുവനന്തപുരത്ത് ഹൈക്കോടതിയുടെ ഒരു ഭാഗം നിലനിൽക്കുന്നുണ്ട് എന്ന്.
അതിനെ എങ്ങനെ വികസിപ്പിക്കാം? അതിനെ താത്വിക അടിസ്ഥാനത്തിൽ നിന്ന് പ്രായോഗിക അടിസ്ഥാനത്തിൽ വികസിപ്പിച്ചാൽ ഒരർത്ഥത്തിൽ ഹൈക്കോടതി ബെഞ്ച് സാധ്യമാകുമോ അഡ്വക്കേറ്റ് ജയശങ്കർ? 48-ൽ ഉണ്ടായിരുന്ന ബെഞ്ച് പിന്നീട് പ്രവർത്തനം അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. പിന്നീട് പൂർണ്ണമായിട്ടും എറണാകുളത്ത് മാത്രമായിട്ട് ഒതുങ്ങി നിന്ന് പ്രവർത്തിക്കും. ഇപ്പോൾ 4-5 കൊല്ലമായിട്ട് ഈ സമരം വളരെ കാര്യമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരത്തെ അഭിഭാഷകരെന്ന് മാത്രമല്ല, തിരുവനന്തപുരത്തെ മൊത്തം നാട്ടുകാരും ഇതൊരു വൈകാരികമായ പ്രശ്നമായിട്ടാണ് എടുത്തിട്ടുള്ളത്. എൻ്റെ അനുഭവത്തിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, കേരളകൗമുദി പത്രം, കേരളകൗമുദിയാണല്ലോ തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട പത്രം, ഇവരൊക്കെ ഈ തിരുവനന്തപുരത്തിൻ്റെ ഒരു പ്രധാന പോരായ്മ, കേരള തലസ്ഥാനമായ തിരുവനന്തപുരത്തിൻ്റെ ഒരു പ്രധാന പോരായ്മ എന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് ഹൈക്കോടതി ബെഞ്ചില്ല, ഹൈക്കോടതി തിരുവനന്തപുരത്ത് അല്ല എന്നുള്ളതാണ്. പക്ഷെ പല സംസ്ഥാനങ്ങളും അങ്ങനെ ഇപ്പം കഴിഞ്ഞ ദിവസം ശ്രീ ശശി തരൂർ തിരുവനന്തപുരത്ത് നടത്തിയ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞ കാര്യം, രാജ്യത്തെ 3 തലസ്ഥാന നഗരികളിൽ മാത്രമേ ഹൈക്കോടതി ഇല്ലാതെയുള്ളൂ. ഇതിനു വേണ്ടിയിട്ട് പാർലമെന്റിൽ ഔദ്യോഗികമായ ഒരു ബില്ല് അവതരിപ്പിക്കും എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. നേരത്തെ അവതരിപ്പിക്കുന്നതിനിടയിൽ പ്രതിപക്ഷത്തിന്റെ ബഹളം മൂലം അത് നടന്നില്ല എന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. അല്ല, ഞാൻ പറഞ്ഞത് പ്രധാനപ്പെട്ട യു.പിയിലെ ഹൈക്കോടതി പ്രവർത്തിക്കുന്ന ഹൈക്കോടതിയുടെ മെയിൻ സീറ്റ് എന്ന് പറഞ്ഞാൽ അലഹബാദാണ്. അതുപോലെ മധ്യപ്രദേശിൻ്റെ ജബൽപൂരാണ്, ഭോപ്പാലല്ല. കിഴക്കൻ സംസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം 7 സംസ്ഥാനങ്ങൾക്ക് കൂടിയിട്ട് ഒറ്റ ഹൈക്കോടതിയാണ്, അത് ഗുവാഹട്ടി ഹൈക്കോടതിയാണ്. ഇങ്ങനെ പല സംസ്ഥാനങ്ങളുണ്ട്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞ് ഈ 5 അംഗ കമ്മിറ്റി ഉണ്ടാക്കി നിൽക്കട്ടെ, അതിന് മുമ്പ് കേരള ഹൈക്കോടതിയിൽ ഈ വിഷയം ഉന്നയിച്ച ഒരാൾ ഒരു പൊതു താല്പര്യ ഹർജി കൊടുക്കട്ടെ. ജസ്റ്റിസ് ബാലസുബ്രഹ്മണ്യൻ്റെയാണ് ജഡ്ജ്മെൻറ്റ്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, കേരളം പോലെ ഒരു ചെറിയ സംസ്ഥാനത്ത് ഇത്രയധികം റോഡ് റെയിൽ സൗകര്യങ്ങളുള്ള ഒരു സംസ്ഥാനത്ത് കേരളത്തിൻ്റെ മധ്യഭാഗത്ത് ഹൈക്കോടതി പ്രവർത്തിക്കുന്നതാണ് എല്ലാവർക്കും സൗകര്യം. അതുകൊണ്ട് തിരുവനന്തപുരം കോടതിയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതില്ല എന്ന് പറഞ്ഞാൽ റിട്ട് ഹർജി തള്ളുകയാണ് ഉണ്ടായത്. കുറച്ചാൾ മുമ്പുണ്ടായ സംഭവമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നയപരമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ ഇതിൽ പ്രധാനപ്പെട്ട തീരുമാനം ഉണ്ടാക്കേണ്ടത് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിൻ്റെ ഭാഗത്താണ്. അതായത് വി.കെ. ബാലി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന കാലത്താണ് ഇതിന് ആത്മാർത്ഥമായൊരു ശ്രമം ഉണ്ടായത്. പക്ഷേ ആ സമയത്ത് സർക്കാരും അതുപോലെ തന്നെ ഹൈക്കോടതിയും തമ്മിലുള്ള ബന്ധം വഷളായി. കാരണം ജസ്റ്റിസ് ബാലി സ്വാശ്രയ വിദ്യാഭ്യാസ കേസിൽ കൽപ്പിച്ച വിധി ഇവിടുത്തെ CPM-കാരെയും SFI-കാരെയൊക്കെ പ്രകോപിപ്പിക്കുകയും അവർ അദ്ദേഹത്തിൻ്റെ കോലം കത്തിക്കുകയും പ്രതീകാത്മകമായി നാടുകടത്തുകയും ശവപ്പെട്ടിയിലാക്കി വെട്ടി കൊച്ചി കായലിൽ ഒഴുക്കുകയൊക്കെ ചെയ്തതോടുകൂടി ആ ബന്ധം ശിഥിലമായി. അങ്ങനെയാണ് ഇത് പൊളിഞ്ഞു പോയത്. അല്ലെങ്കിൽ അന്ന് പ്രാവർത്തികമായി പോയേനെ. ഇതിലൊരു ഭാഗത്ത് ഈ ചർച്ചയിൽ പങ്കെടുത്ത 3 പേരും ഒരർത്ഥത്തിൽ വൈകാരികമായ രീതിയിലുള്ള ഒരു പ്രക്ഷോഭം നടക്കുന്നു തിരുവനന്തപുരത്ത് എന്നുള്ള രീതിയിൽ അതിന് കാണുകയുണ്ടായി. ആ വൈകാരികത നടത്തുന്നവരെയും ആ വൈകാരികതയെ പ്രോത്സാഹിപ്പിക്കുന്നവരെയും മാറ്റി നിർത്തിയിട്ട് ഇതിൻ്റെ യുക്തിയിലേക്കും യുക്തിയില്ലായ്മയിലേക്കും വരികയാണെങ്കിൽ എന്താണ് വാസ്തവമെന്ന് നമുക്ക് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ഈ ഘട്ടത്തിൽ തിരുവനന്തപുരത്ത് നിന്ന് ഹൈക്കോടതി ബെഞ്ച് തിരുവനന്തപുരത്ത് സ്ഥാപിക്കണം എന്ന ആവശ്യത്തിന് വേണ്ടി വാദിക്കുന്ന അഡ്വക്കേറ്റ് S.V. പ്രേമകുമാരൻ നായരുടെ സംഭാഷണം നമ്മുടെ മുന്നിലുണ്ട്. അതിലേക്ക് പോയിട്ട് നമുക്ക് തിരികെ എത്താം. ഗവൺമെൻറ്റിന് തന്നെ കോടിക്കണക്കിന് രൂപയുടെ ലാഭം ഉണ്ടാകുന്ന ഒരു പൊതുജന ഉപകാരപ്രദമായൊരു കാര്യമാണ് ഹൈക്കോടതി ബെഞ്ച് തലസ്ഥാനം സ്ഥാപിക്കുക എന്നുള്ളത്. ഇവിടെ വേണ്ടത് ഒരു തീരുമാനമാണ്, എക്സിക്യൂട്ടീവിൻ്റെയും ജുഡീഷ്യറിയുടെയും ചേർന്നൊരു തീരുമാനം. അതിൽ പ്രധാന റോളെന്ന് പറയുന്നത് ഭരിക്കുന്നവർക്കാണ്. ഈ 7 കൊല്ലത്തിനിടയ്ക്ക് ആരും തന്നെ എന്താ യഥാർത്ഥ തടസ്സം അത് പറയണമല്ലോ. അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ഇവിടെ വന്നു, അതിന് തടസ്സമില്ല. ഈ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ഒരു ട്രിബ്യൂണൽ എറണാകുളത്ത് വേണം എന്ന് അവരാവശ്യപ്പെടുന്ന ഒരു ബെഞ്ച്, അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൻ്റെ ഒരു ബെഞ്ച് എറണാകുളത്ത് വേണമെന്ന് അവരാവശ്യപ്പെട്ട അനുസരിച്ച് അവിടെ ഒരു ബെഞ്ച് കൊടുത്തു. അപ്പോൾ അതിന് തടസ്സമില്ല. അതേപോലെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൻ്റെ ഒരു ബെഞ്ച് എറണാകുളത്ത് പ്രവർത്തിക്കാമെങ്കിൽ എന്തുകൊണ്ട് ഹൈക്കോടതിയുടെ ഒരു ബെഞ്ച് തിരുവനന്തപുരത്ത് പ്രവർത്തിച്ചുകൂടാ? S.V. പ്രേമകുമാരൻ നായരുടെ ഈ സംഭാഷണത്തിൽ അദ്ദേഹം പ്രധാനമായും ഉന്നയിക്കുന്ന കാര്യം, എന്താണ് തിരുവനന്തപുരത്ത് ഹൈക്കോടതി ബെഞ്ച് സ്ഥാപിക്കുന്നതിനുള്ള തടസ്സം എന്ന് ആരും വ്യക്തമാക്കുന്നില്ല. രാഷ്ട്രീയ പാർട്ടികൾ നിരന്തരമായി സ്ഥാപിക്കാം എന്നുള്ള രീതിയിലുള്ള വ്യക്തമായ ഉത്തരം നൽകാതെ നീട്ടി കൊണ്ടുപോകുന്നു. താങ്കളുടെ നിരീക്ഷണത്തിൽ ഒരു തടസ്സം ആണോ പ്രശ്നം? ഇത് സാധ്യമാകില്ല എന്നുള്ളതാണോ പ്രശ്നം? സാധ്യമാവണം എന്ന് പറയുന്നത് അനുചിതമാണ് എന്നതാണോ? അത് സാധ്യമാകുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇത് സാധ്യമാക്കാൻ വേണ്ടി പെട്ടെന്ന് തുറന്നാൽ ഒരു പണ്ടോറാസ് ബോക്സ് തുറന്നതുപോലെ ആകും. ഞാൻ പറയുന്നത് ഇത് എല്ലാവർക്കും സ്വീകാര്യമായ രീതിയിലല്ലാതെ ഇതിന് പരിഹാരം കാണാൻ സാധിക്കുകയില്ല. അദ്ദേഹം തിരുവനന്തപുരത്ത് അഭിഭാഷകൻ പറഞ്ഞ അതേ ആവേശത്തോടു കൂടി കണ്ണൂരിലെയും കോഴിക്കോട്ടെയും പാലക്കാട്ടെയും കാസർഗോഡെയും വയനാടിലെയും അഭിഭാഷകർക്ക് പറയാനാകുകയില്ലേ? അപ്പോൾ അനാവശ്യമായ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് രാജ്യത്തെ വലിച്ചഴക്കും. അത് പ്രത്യേകിച്ചൊരു തിരുവനന്തപുരത്തെ പ്രാദേശിക ചിന്തയുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ അതിനായിരിക്കും ഏറ്റവും കൂടുതൽ പ്രത്യാഘാതം ഉണ്ടാകുക. അതുകൊണ്ട് വളരെ പെട്ടെന്ന് കൈക്കൊള്ളാവുന്ന ഒരു തീരുമാനമല്ല. നാളെ തുറക്കാൻ പോകുന്ന വലിയ കലാപത്തിൻ്റെ പ്രളയം ഒഴിവാക്കുന്നതിന് വേണ്ടി വളരെ ബുദ്ധിപൂർവമായൊരു തീരുമാനം ഈ കാര്യത്തിൽ കൈക്കൊള്ളാൻ രാഷ്ട്രീയ പാർട്ടികളും ഭരണകൂടവും നിയമലോകവും തയ്യാറാണെന്നാണ് എൻ്റെ അഭിപ്രായം. അഡ്വക്കേറ്റ് ജയശങ്കർ, ഇതിനകത്തുള്ള നിയമപരമായ നൂലാമാലകൾ എന്തൊക്കെയാണ്?
ഇതിനു മുൻപ് ഇത്തരത്തിലുള്ള ചരിത്രപരമായ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഈ രീതിയിൽ ബെഞ്ചിന് വേണ്ടിയിട്ടുള്ള ഒരു സമരം നടന്നില്ലെങ്കിൽ തന്നെ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ആവശ്യം, അതിന് നിയമരംഗത്തുള്ളവരും ഭരണരംഗത്തുള്ളവരും എങ്ങനെ നേരിട്ടു? അത്തരത്തിലുള്ള എന്തെങ്കിലും ചരിത്രം? സമീപകാലത്ത് ഇതുപോലൊരു സംഭവം ഉണ്ടായത് മദ്രാസ് ഹൈക്കോടതിയുടെ മധുര ബെഞ്ച് സ്ഥാപിക്കാൻ വേണ്ടി നടത്തിയ പ്രക്ഷോഭമായിരുന്നു. ആ പ്രക്ഷോഭത്തിന് തീർച്ചയായിട്ടും അന്ന് നാട് ഭരിച്ചിരുന്ന അണ്ണാ DMKയുടെയും അതുപോലെ ശ്രീമതി ജയലളിതയുടെയും പൂർണ്ണമായ പിന്തുണ ഉണ്ടായിരുന്നു. ജയലളിത അതിനു വേണ്ടി കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തി, കേന്ദ്ര സർക്കാർ അനുവദിച്ചു, സുപ്രീം കോടതി അനുവദിച്ചു. അങ്ങനെ മധുര ബെഞ്ച് യാഥാർത്ഥ്യമായി. മധുരയിൽ വളരെ വിശാലമായ അതിഗംഭീരമായ ഒരു ക്യാമ്പസും അതിനകത്ത് അതിമനോഹരമായ ഒരു ഹൈക്കോടതി കെട്ടിടവും ജഡ്ജിമാർക്ക് താമസിക്കാനുള്ള ക്വാർട്ടേഴ്സുകളും സകല സംവിധാനങ്ങളും ഉണ്ട്. ആർക്ക് കണ്ടാലും കൊതി തോന്നുന്ന അസൂയാവഹമായ ഒരു സംഭവമായിട്ട് മധുര ബെഞ്ച് മാറി. അഡ്വക്കേറ്റ് ജയശങ്കർ സൂചിപ്പിച്ചതുപോലെ മധുര ബെഞ്ചിന് വേണ്ടി തമിഴ്നാട് നടത്തിയ പ്രക്ഷോഭം ഫലം കണ്ടു എന്നുള്ളതിനെ മാതൃകയാക്കി എടുക്കാൻ കേരളത്തിന് കഴിയുമോ ഇല്ലയോ എന്നുള്ളത് കേരളത്തിൻ്റെ സവിശേഷമായ രാഷ്ട്രീയ സാഹചര്യങ്ങളോടും അതിനോട് പ്രതികരിക്കുന്ന രീതിയോടുമൊക്കെ ആശ്രയിച്ചിരിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. രണ്ടിനെയും നമുക്ക് താരതമ്യപ്പെടുത്താൻ കഴിയില്ല. പക്ഷേ ഒരേ ഒരു ആവശ്യത്തിന് വേണ്ടി ഒരു സംസ്ഥാനം ഒറ്റക്കെട്ടായി നിന്നതിൻ്റെ വിജയകരമായ പര്യവസാനം എന്ന രീതിയിൽ മധുര ബെഞ്ചിനെ കുറിച്ച് നമ്മൾക്ക് വിലയിരുത്താൻ കഴിഞ്ഞേക്കും. ആ അർത്ഥത്തിൽ ഇതുപോലുള്ള വിഷയങ്ങളിലും മറ്റ് വിഷയങ്ങളിലും മലയാളി ഒന്നിച്ചു നിൽക്കേണ്ടതിൻ്റെ ആവശ്യകതയിലേക്ക് ഊന്നിക്കൊണ്ടാണ് ഇലക്ഷൻ മാനിഫെസ്റ്റോ മുന്നോട്ട് പോകുന്നത്. ഈ ആവശ്യങ്ങൾക്ക് വേണ്ടി ഒറ്റക്കെട്ടായി മലയാളി നിന്നാൽ സാധിക്കാത്തതായി ഒരു വിഷയവുമില്ല എന്ന ഉത്തരവും നമ്മൾക്ക് ലഭിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയവുമായി ഇലക്ഷൻ മാനിഫെസ്റ്റോ നാളെ തിരികെ എത്തും. നമസ്കാരം.